ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് നമ്മുടെ ആമിയും അതുപോലെ സച്ചിയും കൂടി രാവിലെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയില്ല, ചെയ്തു. അപ്പോഴേക്കും വരുന്നു കുടുംബങ്കലയ്ക്കായിട്ടുള്ള നമ്മുടെ ശ്രുതി അതുവഴി. ഇത് കണ്ടപ്പോഴത്തേക്കും ഇപ്പോൾ ഇത് രേവതി കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓടി അകത്തേക്ക്. അപ്പോൾ രേവതി അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുറുമുറുപ്പോട് കൂടി കയറി ചെന്നു. എന്നിട്ട് അടുത്ത് ചെന്നിരുന്നിട്ട്, രേവതി ആരും ഹെൽപ്പ് ചെയ്യാനില്ലാത്തത് കൊണ്ട് വീൽ ചെയറിൽ തന്നെ ഇരിക്കുകയാണല്ലേ, ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. വേണ്ട, സച്ചേട്ടൻ വരുമെന്ന് രേവതി പറയുമോ? നിന്റെ സച്ചേട്ടനെ കാത്തിരുന്നാലേ നീ വൈകുന്നേരം വരെ ഈ വീൽ ചെയറിൽ തന്നെ ഇരിക്കേണ്ടി വരുമെന്ന് പറയുമ്പം സച്ചേട്ടൻ എവിടെ പോയതാണെന്ന് ചോദിച്ചു രേവതി. അല്ല, ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം, നീ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും കൂട്ടിക്കൊണ്ട് പോവാ. നീ എവിടെയാന്ന് ചോദിച്ചു. നീ വന്ന് കണ്ടിട്ട് പോ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് തള്ളിക്കൊണ്ട് പോവുക. അപ്പോൾ ഇത് നീ ഒരു കാഴ്ച കണ്ടോ? ഇതൊക്കെ നാട്ടുകാർ കണ്ട് എന്ത് വിചാരിക്കും? മാനം പോയില്ലേ, നീ കാണുക എന്നും പറഞ്ഞു രേവതിയും കൂട്ടിക്കൊണ്ട് ശ്രുതി ചെന്ന് കൊണ്ട് കാണിച്ചു കൊടുത്തു. കണ്ടോ എന്നും പറഞ്ഞു ചെല്ലുമ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കയ്യെ പിടിച്ചിങ്ങനെ പൊങ്ങും താഴുവും ഒക്കെ കാണിക്കാം. എന്തൊക്കെയാ ഇവള് കാണിക്കുന്നതെന്ന് നോക്കിക്കേ, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ നല്ല ആട്ടി കൊടുത്തേനെ അവക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്ക് സച്ചി ഭയങ്കര സന്തോഷത്തിൽ നിന്ന് കറങ്ങിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. പിന്നെ അതെ, നീ അവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കുക, അല്ലെങ്കിൽ നിന്റെ ലൈഫ് പോകും കേട്ടോ എന്ന് പറഞ്ഞ് ശ്രുതി പറഞ്ഞു കൊടുത്തു. ആണുങ്ങളുടെ മനസ്സ് മാറാൻ അധികം സമയമൊന്നും വേണ്ടാന്നൊക്കെ. ഇത് കേട്ടപ്പോൾ രേവതിക്ക് ടെൻഷനായി. രേവതി പേടിച്ച് പണ്ടാരടങ്ങി അവിടെ ഇരിക്കുക. കറങ്ങി രേവതിയുടെ നേരെ ആയിപ്പോയി സച്ചിയുടെ നോട്ടം. ആ കറക്കം അങ്ങനെ തന്നെ അങ്ങ് നിന്നു. പിന്നെ അനങ്ങിയില്ല നമ്മുടെ സച്ചി. ഒരു വളിച്ച ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കും. രേവതി അന്നേരം അവിടെ നിന്ന് ഗോഷ്ടി കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ സച്ചിയുടെ നേരെ. എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ സച്ചിയെ കളിയാക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ സമയത്താണ് ആമി കറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിയെ ശ്രദ്ധിക്കുന്നത്. സച്ചി ഇങ്ങനെ സ്റ്റക്കായതുപോലെ അങ്ങോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എടാ കോച്ച് പിടിച്ചോടാ എന്താന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, ഇപ്പം പിടി വീഴും കഴുത്തിന്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? എക്സസൈസ് ചെയ്തേ, മടി കാണിക്കാതെ എന്നൊക്കെ ആമി പറയുമ്പം രേവതി ഇങ്ങനെ നോക്കി നിൽക്കുമല്ലേ. അപ്പോൾ സച്ചിക്ക് ഇനി പറ്റത്തില്ല, ഞാൻ അകത്തൊന്ന് പോയിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം എന്ന് പറയുമ്പം വെള്ളം കുടിക്കാനാണെന്ന് പറഞ്ഞ് മുങ്ങാനല്ലേ നിന്റെ പ്ലാൻ എന്ന് ആമി ചോദിക്കും കേട്ടോ. ഞാനൊന്ന് 101 പുഷപ്പ് എടുപ്പിക്കുമെന്നൊക്കെ ആമി പറയുമ്പം അല്ലെങ്കിൽ വേണ്ട, ഞാൻ വെള്ളം കുടിക്കാൻ പോകുന്നില്ല, ഇപ്പം തന്നെ ആവശ്യത്തിലധികം വെള്ളം കുടിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് സച്ചി ആമിയോട് പറയുമ്പം, എടാ നിനക്ക് വട്ടായോടാ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ, നീ എക്സസൈസ് ചെയ്തേ, മടി പിടിക്കാതെ പെട്ടെന്നാവട്ടെ എന്ന് പറഞ്ഞു. ചെയ്യടാ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ആമി ചെയ്യിപ്പിക്കുമ്പോൾ ഓഹോ ഒന്ന് രേവതി, ഇനി അത് ചെയ്യേണ്ട, വേറെ ചെയ്യാമെന്ന് പറഞ്ഞു. നീ ചെയ്യാൻ പറഞ്ഞ് ആമി പറഞ്ഞു കൊടുക്കുന്നതൊക്കെ സച്ചി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് രേവതി. അപ്പം ശ്രുതി എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം ശ്രുതി പോണില്ല, ഇച്ചിരി കൂടെ കാണട്ടെ എന്ന് പറഞ്ഞ് ശ്രുതി അവിടെ രേവതി പിടിച്ച് വെച്ചിരിക്കുക. പറഞ്ഞത് കേക്ക് ശ്രുതി, വണ്ടി റിവേഴ്സ് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ അകത്തേക്ക് കൊണ്ടുപോയി. അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞിട്ട് ശ്രുതി രേവതിയോട് ചെവിയിൽ പറയുവാണ്, അവളുടെ കാര്യത്തിൽ നീ ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം, ഇല്ലെങ്കിലേ കൈവിട്ട് പോകും കേട്ടോ എന്ന്. അതും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോയി. രേവതിയെ ഹോളിൽ ഇരുത്തിയിട്ട് തിരിഞ്ഞു നിന്നിട്ട് എന്നും പറഞ്ഞ ഗോഷ്ടിയൊക്കെ കാണിച്ചിട്ടാണ് കയറി പോകുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രവിയേട്ടൻ ചന്ദ്രയെ ഫോൺ വിളിക്കുക. എൻ്റെ ചന്ദ്രയെ നിന്നെ ഞാനൊരു 100 വട്ടം വിളിച്ചു, കിട്ടണ്ടേ എന്നൊക്കെ പറഞ്ഞു. നീ ആണെങ്കിലോ ഇങ്ങോട്ടൊന്ന് വിളിക്കുന്ന പോലും ഇല്ലല്ലോ, ഞാൻ പേടിച്ചിരിക്കാതെന്ന് പറയുമ്പോൾ രവിയേട്ട ഈ സ്ഥലത്തെ റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട്, അതാ ഫോണിൽ കിട്ടാത്തതെന്ന് ചന്ദ്ര പറയുക കേട്ടോ. മരുന്നും ഭക്ഷണമൊക്കെ സമയാസമയത്ത് കഴിക്കുന്നുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ രേവതി ഇടയ്ക്കൊക്കെ ഓർമ്മിപ്പിക്കും, അപ്പോൾ എടുത്ത് കഴിക്കും. പിന്നെ സച്ചി ഇവിടെ ഉണ്ടെങ്കിൽ എടുത്ത് തരുമെന്ന് പറഞ്ഞു. പിന്നെ കണ്ണുണ്ടായിരിക്കുമ്പോഴേ കണ്ണിൻ്റെ വില അറിയാവൂ എന്ന് പറയുന്നത് പോലെ ഇപ്പം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞപ്പം, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ അമർനാഥ് വരെ വരേണ്ടി വന്നു അല്ലേ എന്ന് ചോദിക്കുമ്പം, അയ്യോ നിന്നെക്കുറിച്ച് മാത്രമല്ല, ഞാൻ രേവതി മോളെയും കൂടെ ഉദ്ദേശിച്ചാട്ടോ പറഞ്ഞത്. അവൾക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയാതായപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റി ചന്ദ്രേ. നിങ്ങളെ വിളിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ, ഫോൺ വെക്കാൻ പറഞ്ഞു ചന്ദ്ര. ദേഷ്യപ്പെടാതെ ചന്ദ്രേ. പിന്നെ നീ ശ്രദ്ധിക്കണം കേട്ടോ, അവിടുത്തെ ക്ലൈമറ്റൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ഇപ്പോൾ നല്ല ക്ലൈമറ്റാ, പിന്നെ നിങ്ങളും കൂടെ വരണമായിരുന്നു എൻ്റെ രവിയേട്ടാ. അതിപ്പോഴാണല്ലോ നിനക്ക് തോന്നിയത്. മക്കളോടും മരുമക്കളോടും എൻ്റെ അന്വേഷണമൊക്കെ പറയണം കേട്ടോ. ഞാൻ പറഞ്ഞോളാം ചന്ദ്ര, മതി പിന്നെ വിളിക്കാം, അവരൊക്കെ വെയിറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഭാമ അന്നേരത്തേക്കും വിളിച്ചു. രവിയേട്ടാ ഞാൻ വിളിക്കാമേ, ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആമിയും നമ്മുടെ സച്ചിയും കൂടെ അകത്തേക്ക് കയറി വന്നു. അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി വന്ന സമയത്ത് നമ്മുടെ രേവതി അവിടെ ഇരിക്കുക. രേവതിയെ കണ്ടപ്പോഴത്തേക്കും ജീവനം കൊണ്ട് സച്ചി ഓടിയപ്പോൾ, എടാ നീ ഇത് എവിടെ പോവാന്ന് പറഞ്ഞ് ആമി സച്ചിയെ പിടിച്ച് രേവതിയുടെ മുന്നിലേക്ക് കൊണ്ടുവരും കേട്ടോ. അങ്ങനെ കൊണ്ടുവന്ന് അങ്ങ് നിർത്തിയിട്ട് ഹായ് രേവതി എന്നും പറഞ്ഞ് വലിയതായിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ രേവതി ഒരു ചിരിയും ചിരിച്ചിരിക്കുന്നു. ഞങ്ങൾ എന്തായാലും രാവിലെ തന്നെ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്തു കേട്ടോ. ഇങ്ങനെ പോയാൽ സച്ചി ഏത് പെണ്ണൊന്നും നോക്കും, ഡ്രൈവറാണെന്നും ആരും നോക്കില്ല കേട്ടോ എന്നൊക്കെ ആമി പറയുമ്പം സച്ചി
രേവതിയെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ പാസ്സാക്കി നിൽക്കുക. രേവതി ഇങ്ങനെ സത്യം അടിമുടിയാണ് നോക്കുന്നത്. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ. അയ്യോ ഞാൻ മറന്നുപോയി, എന്താണാവോ പറഞ്ഞേ എന്ന് നമ്മുടെ രേവതി ആമിയോട് അന്നേരം ചോദിച്ചു. ശേ എന്തൊരു മറവിയാ സച്ചി ഇത്, സച്ചിക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ദേ നോക്ക് രേവതിക്കുട്ടിയോട് എന്താ പറഞ്ഞെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ എന്ന് ആമി പറയുമ്പോൾ അത് പിന്നെ ആമിക്ക് നാടൊക്കെ ഒന്ന് ചുറ്റി കാണണം, ക്ഷേത്രത്തിൽ പോകണം എന്നൊക്കെ. അപ്പോൾ രേവതി മിണ്ടുന്നില്ല. ഇങ്ങനെ തലയും കുനിച്ച് ഇങ്ങനെ ഇരിക്കുക. സച്ചിക്ക് പേടിയായിട്ട് പാടില്ല. ബാക്കി എനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞപ്പം ഓ സൂര്യ സച്ചി ബാക്കി ഞാൻ പറഞ്ഞോളാമെന്നും പറഞ്ഞ് രേവതി അതെ ഇവിടെയൊക്കെ സാരി ഉടുത്തല്ലേ അമ്പലത്തിൽ പോവാം, അല്ല ചുരിദാറിട്ടും പോകുമെന്ന് രേവതി പറയുമ്പം അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, എനിക്കൊരാഗ്രഹമുണ്ട് സാരി ഉടുത്തോണ്ട് തലയിൽ മുല്ലപ്പൊക്കെ ചൂടി അമ്പലത്തിലൊന്ന് പോകണമെന്ന്. പിന്നെ അതെ തലയിൽ ചൂടാനേ രേവതി എനിക്ക് മുല്ലപ്പുമാല കെട്ടിത്തരണമെന്ന് പറഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞ രേവതി ഇരിക്കാം. അത് മാത്രമല്ല കണ്ണ് കെട്ടിത്തരണം. ആ മാജിക്ക് എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാ എന്നൊക്കെ ആമി പറയുമ്പോൾ രേവതി സച്ചിയുടെ നേരെ ഒരു നോട്ടം. കണ്ണ് കെട്ടി മാല കെട്ടുന്നത് കാണിച്ചു തരാമെന്ന് ഇന്നലെ രാത്രി വാക്ക് പറഞ്ഞതല്ലേ, ദേ ഇനി വാക്ക് മാറ്റരുത് കേട്ടോ എന്ന് ആമി പറയുമ്പം ഞാൻ വാക്ക് മാറ്റുന്ന ആളല്ല എന്ന് രേവതി. ഗുഡ് എന്നും പറഞ്ഞ ആമി. പക്ഷേ ഇവിടെ ഞാൻ വാക്ക് മാറ്റും, എനിക്ക് പറ്റത്തില്ല എന്ന് രേവതി ആമിയോട് പറയുമ്പോൾ അതെന്താ അങ്ങനെയെന്ന് ആമി ചോദിച്ചു. ഇതെന്താ രേവതി നീ കാണിക്കുന്നത് ശരിയല്ല കേട്ടോ എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അച്ഛൻ വന്നു. അപ്പോഴേക്കും അങ്കിളെ ഇത് കണ്ട അങ്കിളെ ഇവിടെ ഇരുന്നേന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെയും പിടിച്ച് വലിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തി. ആമി ഇച്ചിരി ഓവറാ, ഇന്നലെ രാത്രി കണ്ണ് കെട്ടിക്കൊണ്ട് മാല കെട്ടുന്ന മാജിക്ക് എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ദേ ഇപ്പോഴോ രേവതി പറയുന്നു രേവതിക്ക് പറ്റില്ലാന്നോ അങ്ങനെ പറഞ്ഞു. അത് ശരിയാണ് അങ്കിളെ. അയ്യോ അത് ശരിയല്ല എന്ന് അച്ഛൻ പറയുമ്പോൾ രേവതി എന്ന് പറഞ്ഞ അച്ഛനെ നോക്കുക. മോളെ ഒന്ന് കെട്ടി കാണിച്ച് കൊടുക്കും മോളെ എന്ന് അച്ഛൻ പറയുമ്പോൾ ആമിക്ക് ദേഷ്യം വന്നു. ആമിക്കുട്ടിയുടെ ആഗ്രഹമില്ല, മോൾ എന്തിനാ മടിക്കുന്നത്, കെട്ടി കൊടുക്കാൻ പറഞ്ഞു. ആമിക്കുട്ടി എന്ന് പറഞ്ഞിരിക്കുക. അപ്പം മോളുടെ കഴിവുകളൊന്ന് കാണട്ടെ. അപ്പം ഇത് അത്ര വലിയ കഴിവൊന്നും അല്ല എന്ന് രേവതി സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പം നല്ല കഴിവ് തന്നെയാണ് മോളിത്, കണ്ണ് കെട്ടിയല്ലേ കെട്ടുന്നേ, അതും കാണിച്ചു തന്നെ. രേവതി പ്ലീസ് രേവതി എന്ന് പറഞ്ഞ് ആമി രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട്. അങ്കിളെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം അങ്കിളെ പ്ലീസ് അങ്കിളെ എന്നും പറഞ്ഞ് ആമി ഇരിക്കുക. അപ്പോൾ രേവതി മോളെ നമ്മുടെ ആമിക്കുട്ടിയല്ലേ മാല ഒന്ന് കൊടുക്കാന്ന് പറ. ശരി ഞാൻ കണ്ണ് കെട്ടി മാല കെട്ടി കാണിച്ചു തരാം, കരയണ്ട എന്ന് പറഞ്ഞ് രേവതി പറയുമ്പോൾ കണ്ടോ എത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു അച്ഛൻ. സമ്മതിച്ചു, ഞാനെന്തായാലും കുളിച്ച് റെഡിയായിട്ട് സാരിയൊക്കെ കുടിച്ചിട്ട് വരാം, ഓക്കെ അല്ലേ? അപ്പോൾ എടാ നീ എന്താ ഇങ്ങനെ കൈയും കെട്ടി നിൽക്കുന്നത്, നമുക്ക് പോവണ്ടേ, നീ ഒന്ന് വേഗം ചെന്ന് റെഡി ആകാൻ പറഞ്ഞു. അപ്പോൾ ശരി പെട്ടെന്ന് വരാവേന്നും പറഞ്ഞുകൊണ്ട് അങ്കിളിനിട്ട് ഒരിടി വെച്ച് കൊടുത്തു. സച്ചിയുടെ മീശ പിടിച്ചു എന്തൊക്കെയോ കാണിച്ചിട്ട് അതങ്ങ് കയറിപ്പോയി. ഇങ്ങനെ നിന്ന് ചിരിക്കുക സച്ചി. അപ്പോൾ ഇങ്ങനെ നമ്മുടെ അച്ഛൻ്റെ അടുത്തും രേവതിയുടെ അടുത്ത് മീശയൊക്കെ നേരെയൊക്കെ വെച്ച് സച്ചി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അച്ഛൻ മോള് കോഫി കുടിച്ചോന്ന് ചോദിച്ചു. കുടിച്ചില്ലെങ്കിൽ സച്ചി ഇട്ട് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ സച്ചി അടുക്കളയിലേക്ക് പോയപ്പോൾ എനിക്ക് കോഫിയൊന്നും വേണ്ട, അതുണ്ടാക്കി തരാൻ വേണ്ടി ആരും മെനക്കിടുകയും വേണ്ട എന്ന് രേവതി അന്നേരം സച്ചിയോട് പറഞ്ഞു. സച്ചിയോട് ദേഷ്യമാണ് രേവതിക്ക്. അപ്പോൾ അച്ഛനത് മനസ്സിലായി, എന്തോ പ്രശ്നം ഉണ്ടെന്ന് അച്ഛനും മനസ്സിലായി. അച്ഛൻ അന്നേരം സച്ചിയെ നോക്കുന്നു, രേവതിയെ നോക്കുന്നു. അപ്പോൾ മൂക്കിൻ തുമ്പത്ത് ചെറിയൊരു ദേഷ്യം വന്നിട്ടുണ്ടോ എന്നൊരു സംശയം എന്ന് അച്ഛൻ പറയുമ്പം സംശയമല്ല വന്നിട്ടുണ്ട് എന്ന് രേവതി അച്ഛനോട് പറഞ്ഞു. ഞാൻ ഈ നാട്ടുകാരനെ അല്ലേ എന്നും പറഞ്ഞു അച്ഛൻ അങ്ങ് പോയി അടുക്കളയിൽ എന്തോ കരിയുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ അതെ അവൾക്ക് മാത്രം കുളിച്ച് ഫ്രഷ് ആയാൽ മതിയോ, എനിക്ക് കുളിക്കണ്ടേ എന്ന് രേവതി ചോദിക്കാം. ഈ കുന്ത്രാണ്ട് ഉരുട്ടി മുറിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അതാണോ അത്ര ഉള്ളൂ എന്നും പറഞ്ഞിട്ട് സച്ചി അകത്തേക്ക് പോകുന്നു. ഇവിടെ ആമിയെ സാരി ഉടുപ്പിക്കുക നമ്മുടെ വർഷ. ഉടുത്തിട്ട് ശരിയാകുന്നില്ല. അയ്യോ ഇതെങ്ങനെയാണ്, ഇതെവിടെയാണ് കുത്തണ്ടേന്നൊക്കെ ചോദിക്കുന്ന വർഷയോട്. അതെ സാരിയും കൊണ്ട് എന്നെ പുതപ്പിച്ച് തരാനല്ല ഞാൻ നിന്നോട് പറഞ്ഞത്, സാരി ഒന്ന് ഉടുപ്പിച്ച് തരാനാണെന്ന് ആമി വർഷയോട് പറഞ്ഞു. വർഷയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ എന്തൊക്കെയാണ് കാണിക്കുന്നേ, അല്ല നീ ഫ്ലീറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അയ്യോ അത് എന്നോടാണ് ചോദിക്കുന്നേ, ഈ സാരി ഉടുക്കാൻ എനിക്ക് അറിയാത്തത് കൊണ്ടൊന്ന് ഉടുപ്പിച്ച് തരാൻ ഞാൻ പറഞ്ഞത്. നമ്മുടെ വർഷം അന്നേരം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. ഇനി ഞാനൊരു സത്യം പറയട്ടെ ചേച്ചി. എന്താ? അതെ എനിക്ക് സാരി ഉടുക്കാനും അറിയില്ല, ഉടുപ്പിക്കാനും അറിയില്ല. എൻ്റെ ദൈവമേ നിനക്കിത് നേരത്തെ ഒന്ന് പറഞ്ഞുകൂടായിരുന്നോടാന്ന് ചോദിച്ചു. അല്ല എനിക്കാവോ എന്ന് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാ. ടെൻഷനാവേണ്ട ചേച്ചി, ഞാൻ ട്രൈ ചെയ്യാമെന്ന് നമ്മുടെ വർഷ പറയുമ്പോൾ നീ ഒന്ന് വിട്ടേ. നിനക്കേ സാരി ഉടുപ്പിക്കാൻ അറിയില്ല എന്ന് മാത്രമല്ല നീ സാരി ഉടുത്തവരെ കണ്ടിട്ട് കൂടിയില്ലെന്ന് എനിക്ക് തോന്നണേ. അപ്പം ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഇങ്ങനെ സാരി ഉടുത്തോണ്ട് ഞാൻ എങ്ങനെ പോകും? സാരി ഉടുത്ത് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് ഇങ്ങനെ പിടിച്ച് ആലോചിക്കുക.
ആ സച്ചി എന്ന് പറഞ്ഞ് നീട്ടി അങ്ങ് വിളിച്ചു. അപ്പോൾ വർഷം അന്തം വിട്ടു. അപ്പോൾ സച്ചി ഒറ്റ ഓട്ടത്തിന് ഇവിടെ വന്നു. എടാ നിനക്ക് സാരി ഉടുപ്പിക്കാൻ അറിയോടാ, ഒന്ന് ഉടുപ്പിച്ചാടാ എന്ന് സച്ചിയോട് ആമി പറയുമ്പോൾ സച്ചി 2 കാല് പുറകോട്ട് വെച്ചു. എന്നും പറഞ്ഞ ആമിയെ നോക്കുക. ആമി സാരിയും പൊതിഞ്ഞ് പിടിച്ചിങ്ങനെ സച്ചിയുടെ മുന്നിൽ നിൽക്കുക. എൻ്റെ പൊന്ന് ദൈവമേ, രേവതിയുടെ കൈ കൊണ്ട് എന്നെ കൊല്ലിക്കാനാണ് ഇവളുടെ പ്ലാൻ എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ എടാ ഇതൊന്ന് ഉടുപ്പിച്ചതാടാ എന്നും പറഞ്ഞുകൊണ്ട് ആമി എടാ ഇതൊരു സാരി അല്ലേടാ എന്ന് പറയുമ്പോൾ അയ്യോ വർഷം ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. എടാ നീ എന്താണ് ആലോചിക്കുന്നേ? നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ, നിനക്ക് സാരി ഉടുപ്പിക്കാൻ അറിയാമോ ഇല്ലയോ എന്ന്. അപ്പോഴത്തേക്ക് അയ്യേ സാരി ഉടുപ്പിക്കാൻ പോയിട്ട് ഒരു മുണ്ട് നേരവണ്ണം ഉടുക്കാൻ പോലും എനിക്കറിയില്ല എന്ന് സച്ചി നേരം പറഞ്ഞു. പക്ഷേ നീ ഇവളെ നീ പാർലറേട്ടത്തി വിളിക്കാൻ പറഞ്ഞു, പാർലറേട്ടത്തി സാരി ഉടുപ്പിച്ച് കൊടുത്തോളൂ എന്ന് സച്ചി പറഞ്ഞു. അല്ല സച്ചിയേട്ടൻ ഇടയ്ക്കിടയ്ക്ക് രേവതി ചേച്ചിക്ക് സാരി ഉടുപ്പിച്ച് കൊടുക്കാറുണ്ടല്ലോ, അപ്പോൾ ഒന്ന് പോടി അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ജീവനും കൊണ്ട് ഇറങ്ങി ഓടി. അപ്പോഴേക്കും ശ്രുതി ചേച്ചി എന്നും പറഞ്ഞ് നീട്ടി നമ്മുടെ വർഷ വിളിച്ചു. ഇപ്പോൾ വരുമെന്നും പറഞ്ഞു. അങ്ങനെ 2 പേരും കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രുതി എന്താ വർഷയെന്നും ചോദിച്ചു അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പോൾ ഈ സാരി ഒന്ന് ഉടുപ്പിച്ച് കൊടുക്കുമെന്ന് ചോദിച്ചു. അതെ ഇത് ഏകദേശം ഇത്ര ഉടുപ്പിച്ചു, ഇനി അങ്ങോട്ട് പോകുന്നില്ലെങ്കിൽ ഒന്ന് ഉടുപ്പിച്ച് തരാമെന്ന് ചോദിച്ചു. അതെ എനിക്ക് വേറെ ജോലിയുണ്ട്, ഇപ്പം സമയമില്ല എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങ് പോകുമ്പോൾ എന്ത് ജോലിയാണെന്ന് ചോദിച്ചു ആമി. ശബ്ദം കനത്തു. ശ്രുതി പേടിച്ചു. ഇങ്ങനെ അന്തം വിട്ട് ശ്രുതി ഇങ്ങനെ നോക്കുക കേട്ടോ. പാവ ശ്രുതി ഓർത്തിരിക്കുന്നത് അവള് ജാരപ്പണിക്ക് വന്നതാണെന്നാണല്ലോ. ചോദിച്ചത് കേട്ടില്ലേ എന്ത് പണിയാണെന്ന്. വെറുതെ ഇങ്ങനെ കള്ളം പറയല്ല ശ്രുതി എന്ന് ആമി ശ്രുതിയോട് പറയുക. സാരി ഉടുപ്പിച്ച ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കനപ്പിച്ച് പറയുമ്പം അവളുടെ ഭാവം മാറുകയാണല്ലോ. പ്രശ്നമാക്കോ എൻ്റെ പൊന്നെ, എല്ലാം പറയുമോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. അപ്പോൾ വർഷം ഇങ്ങനെ ശ്രുതിയെ നോക്കുവാണേ. നീ സാരി ഉടുപ്പിച്ച് തരുന്നുണ്ടോ ഇല്ലെങ്കിലുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആമി ദേഷ്യപ്പെട്ടപ്പം ഞാൻ ഉടുപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നന്നായിട്ട് തന്നെ ഉടുപ്പിച്ച് തരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി സാരി ഉടുപ്പിക്കുക. ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിന്നാ ഉടുപ്പിക്കുന്നത്. അപ്പോഴത്തേക്കും വർഷയ്ക്ക് എന്തൊക്കെയോ മണത്തു. വർഷ ഇങ്ങനെ ആലോചിക്കുക. അങ്ങനെ എന്തൊക്കെയോ ശ്രുതിയിൽ നിന്ന് കറങ്ങുന്നുണ്ടെന്ന് നമ്മുടെ വർഷയ്ക്ക് മനസ്സിലായി. ആമി ചേച്ചി എന്താ പറയാൻ പോയത്? ശ്രുതി ചേച്ചിക്ക് എന്തോ ഒരു പേടിയുള്ളതുപോലെ. എന്തിനാ ആമി ചേച്ചി ശ്രുതി ചേച്ചി ഭയക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുക നമ്മുടെ വർഷ. ഈ സമയത്ത് രേവതി വീൽ ചെയർ ഉരുട്ടിക്കൊണ്ട് ഹോളിൽ വന്നിരിക്കുക. അപ്പോഴേക്കും ആമി വന്നു, രേവതി കണ്ണുകെട്ടി മാല കെട്ടാൻ പോവാ വന്നു എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി ഒച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ ചെണ്ട കൊട്ടി വിളംബരം ചെയ്യ് എന്ന് രേവതി പറഞ്ഞു. അവൾ മാത്രമല്ല നാട്ടുകാർ മൊത്തം ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറയുമ്പം അല്ല എൻ്റെ കയ്യിൽ ചെണ്ടയില്ലെന്ന് പറഞ്ഞു സച്ചിയെ. ഇങ്ങ് അടുത്ത് വന്നേ എന്നും പറഞ്ഞ് രേവതി വിളിച്ചു. അടുത്ത് വാ ഞാൻ പറയട്ടെ. അതൊക്കെ സച്ചിക്ക് പേടി. അടുത്തിയല്ലേ, ഒന്ന് അടുത്ത് വാ സച്ചിയായിട്ട് ഒന്ന് കുനിഞ്ഞ് വന്നാലെന്താണെന്ന് ചോദിച്ചു. ഞാൻ വരണോ? ഇങ്ങ് വാ എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും കൂടെ ഒറ്റ അടി അങ്ങ് അടിച്ചു. ഇതെന്താ? അപ്പോൾ ഇതല്ലേ ചെണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതി പറയുമോ. നേരത്തേക്കും സച്ചി ചിരിച്ചു. രേവതി ചിരിച്ചു. സച്ചി ചിരിച്ചപ്പോൾ രേവതിയുടെ ഭാവം മാറി. സച്ചി പേടിച്ച ഭാവം മാറ്റി. പിന്നെയും ചിരിക്കുന്നു, പിന്നെയും ഭാവം മാറ്റുന്നു. അപ്പോഴേക്കും നമ്മുടെ അച്ഛനും ശ്രീകാന്തും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ഇവിടെ തുടങ്ങിയില്ലേ? അല്ല രേവതിയുടെ കണ്ണ് കെട്ടിയുള്ള മാജിക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് ആമി എന്തിയേ എന്ന് ചോദിച്ചു. വരുന്നുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ നോക്കി നിൽക്കുമ്പോൾ നല്ല സാരിയൊക്കെ കൊടുത്ത് സെറ്റപ്പായിട്ട് ആമി ഇറങ്ങി വരും. വായും പൊളിച്ച് ഇങ്ങനെ സച്ചി നോക്കി നിൽക്കുന്നത് രേവതി നോക്കുക. അപ്പോഴത്തേക്ക് എന്നും പറഞ്ഞ് രേവതി സച്ചിയെ വിളിക്കുക കേട്ടോ. സച്ചിയാണ് നേരത്തെ നോക്കി. രേവതിയുടെ നോട്ടം കണ്ടപ്പോഴത്തേക്കും വായു അടച്ചിങ്ങനെ രേവതിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് ആമി ഇറങ്ങി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സാരി ഉടുത്ത് നന്നായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അച്ഛൻ. അപ്പോൾ ആമി ഇങ്ങനെ സച്ചി തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. സച്ചിക്കാണ് എന്ത് പറയണമെന്നറിയില്ല. സച്ചിയോട് ഈ ആമി ചോദിച്ചു, എന്താടാ സച്ചി നീ ഇങ്ങനെ കഴുത്തുകൊണ്ട് എക്സസൈസ് ചെയ്യണോ? അതിപ്പോൾ വേണ്ട, അത് നമ്മൾ നേരത്തെ ചെയ്തതല്ലേ എന്ന് ആമി സച്ചിയോട്. രേവതിയുടെ നോട്ടം കാരണം സച്ചിക്ക് പേടി, ഒന്നും പറയാനും പറ്റുന്നില്ല. അയ്യോ ഇതിനൊക്കെ ഒരു നേരവും കാലവും വേണ്ടേടാ എന്നും പറഞ്ഞുകൊണ്ട് ആമി ചെന്ന് ഒരു കുത്തും വെച്ച് കൊടുത്തു. അപ്പോൾ രേവതിക്കുട്ടി നമുക്ക് തുടങ്ങിയാലോ എന്ന് ആമി. അപ്പോൾ രേവതി ഇങ്ങനെ തുറച്ച് നോക്കും. എല്ലാവരും ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കട്ടെ. ശ്രുതിക്ക് പേടിയായി തുടങ്ങി. ശ്രുതി പേടിച്ച് വരച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് ഇവർ 2 പേരും, അതായത് സച്ചിയും ആമിയും ചേർന്ന് ഷോൾഡർ തമ്മിൽ മുട്ടി നിൽക്കുന്നത് നമ്മുടെ രേവതി ശ്രദ്ധിച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കര കൊലിപ്പ്. രേവതി ഇങ്ങനെ കൊലിപ്പിച്ച് പിന്നെ നോക്കുക. അങ്ങനെ രേവതി നോക്കി നിൽക്കുമ്പം എന്താണ് നോക്കി നിൽക്കുന്നത്? രേവതി മോളെ കണ്ണ് കെട്ടാൻ പറഞ്ഞു അച്ഛൻ സച്ചിയോട്. കെട്ടടാ കെട്ട് എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ തന്നെ പറഞ്ഞു. സച്ചി രേവതിയുടെ കണ്ണ് വന്ന് കെട്ടുക. രേവതിയുടെ കണ്ണ് കെട്ടി. ആ സമയത്ത് രേവതി അവിടെ നിന്ന് മാല കുറക്കുക കേട്ടോ. ഇതെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി നിൽക്കുക. ശ്രുതിക്കൊന്നും താല്പര്യമില്ലാത്ത കേസാണല്ലോ. ആമി നിന്നെടുത്ത് തന്നെയാണോ നിൽക്കുന്നേ, അതോ വീണ്ടും സച്ചേട്ടൻ്റെ അടുത്തേക്ക് വന്നോ എന്നൊക്കെ ഓർത്ത് പാവ രേവതി 4 പാടും കണ്ണ് കെട്ടി നോക്കുക. പാവത്തിന് പേടിയായിട്ട് പാടില്ല. ഈ സമയത്ത് പതുക്കെ ആ തോർത്ത് ഇങ്ങനെ മാറ്റി ഇങ്ങനെ നോക്കി. അപ്പോൾ ഇവളെന്തേ കാണിക്കുന്നത്? എന്താ രേവതി എന്ന് സച്ചി ചോദിച്ചു. അപ്പോൾ അല്ല
കണ്ണ് കെട്ടിയത് ശരിയായില്ലെന്ന് തോന്നുന്നു, എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ എന്ന് രേവതി പറയുമ്പോൾ എടാ അഴിച്ചിട്ട് ശരിക്കും കെട്ടി കൊടുക്കടാന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ ആമി സച്ചിയുടെ തോളയിൽ കൈയിട്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ ഒന്നും കാണുന്നുമില്ല, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിലായിട്ട് അവിടെ ഇങ്ങനെ കണ്ണ് കെട്ടി മാല കെട്ടുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഈ തോർത്തിങ്ങനെ പൊക്കി നോക്കുന്നു. അവർ രണ്ടുപേരും അടുത്താണോ നിൽക്കുന്നത്. അപ്പോഴേക്കും തോളയിലേക്ക് തൂങ്ങിക്കഴിഞ്ഞു, സച്ചിയുടെ തോളയിലേക്ക് ഈ ആമി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.